നമസ്കാരം, ഞാൻ സുജാത. നമുക്ക് കുറേ പേർക്ക് അറിയുന്നുണ്ടായിരിക്കുമല്ലേ ഈ ഡ്രസ്സിൽ അങ്ങനെ കെട്ടുന്ന ഈ ഡോറി അല്ലേ? എന്തിന് നമ്മൾ റോപ്പ് എന്ന് പറയാം, അല്ലെങ്കിൽ എന്താണ് തുണിയുടെ നാട, എന്താണെന്നുള്ള സൗകര്യത്തിനനുസരിച്ചിട്ട് പറയാം. ഇത് ഉണ്ടാക്കുന്ന കുറേ പേർക്കൊക്കെ അറിയുന്നുണ്ടായിരിക്കാം. അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഇന്നത്തെ വീഡിയോ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പേ ഞാൻ എന്നും പറയാറുള്ള പോലെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ, ബെൽ ബട്ടൺ ഒന്ന് അമർത്തിക്കോളൂ കേട്ടോ. വളരെ ചെറിയൊരു ട്രിക്ക് ഉണ്ട്. ആ ട്രിക്ക് കൊണ്ട് നമുക്ക് എത്ര നീളത്തിൽ വേണമെങ്കിൽ നമുക്കത് കൊണ്ട് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും കേട്ടോ. ഈ ഡോറി കൊണ്ട് നമുക്ക് ഡിസൈൻ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ആ ഡിസൈനും കൂടെ പരിചയപ്പെടാം ഈ ഡോറി ഉണ്ടാക്കി കഴിഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ നമുക്ക് തുടങ്ങാം. നമ്മൾ ഒരു ക്രോസ് പീസ് എടുത്തിട്ടുണ്ട്. എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഡോറി ഉണ്ടാക്കുന്ന ക്രോസ് പീസിലായിരിക്കും കേട്ടോ. അപ്പം ഞാനിവിടെ എടുത്ത തുണി ജോർജറ്റിൻ്റെ തുണിയാണ്. ജോർജറ്റിൻ്റെ തുണി നമുക്കറിയാലോ, സിൽക്കി ആയതുകൊണ്ട് വളരെ ഫ്ലെക്സിബിളായിരിക്കും. അങ്ങനെ കൃത്യമായിട്ട് നമുക്ക് കിട്ടില്ല. അതായത് ലൈൻ വരയ്ക്കാനോ ഒന്നും കൃത്യമായിട്ട് കിട്ടില്ല. ഇങ്ങനെ വെട്ടുമ്പോഴും കുഴഞ്ഞ് കിടക്കുന്നത് കൊണ്ട് നല്ല വൃത്തിയായിട്ട് നമുക്ക് അതിൻ്റെ ശരിക്കും ഷേപ്പിൽ കിട്ടില്ല തുണി. അപ്പം നമ്മൾ എന്ത് ചെയ്യണം അതാദ്യം പറഞ്ഞുതരാം കേട്ടോ. അതുപോലെ ഒരു സ്കെയിൽ എടുത്തിട്ട് നമ്മളങ്ങനെ തുണി മടക്കുക. അങ്ങനെ ടൈറ്റായിട്ട് മടക്കൊന്നും വേണ്ട കേട്ടോ. ടൈറ്റായിട്ട് മടക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ആ സ്കെയിൽ ഇങ്ങോട്ട് ഊരാൻ കിട്ടില്ല. ജസ്റ്റ് ഒന്ന് ഇങ്ങോട്ട് മടക്കുക. മടക്കുമ്പോൾ അതിൻ്റെ ആ ഒരു ചുളിവൊക്കെ ഉണ്ടല്ലോ, അങ്ങനെ പതുക്കെ 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 അങ്ങോട്ട് തട്ടിക്കുടങ്ങുക കേട്ടോ. എന്നിട്ട് ഒന്ന് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് പതുക്കെ നമുക്ക് എന്ത് ചെയ്യാം, സ്കെയിൽ ഇതുപോലെ ഇങ്ങോട്ട് ഊരിയെടുക്കാം. എന്നിട്ട് ആ ചെറിയൊരു കുഴഞ്ഞതൊക്കെ കുഴപ്പമൊന്നും ശരിയാക്കുക. കാരണം ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ നല്ലോണം കുഴഞ്ഞതായിരിക്കും. എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യണം, നമ്മുടെ ഡോറിയുടെ തുണി ഉണ്ടല്ലോ അതിന് എത്ര വലിപ്പം വേണമെന്ന് ആദ്യം കാൽക്കുലേറ്റ് ചെയ്യുക. ഇപ്പോൾ 2 മുതൽക്ക് 2.5 വരെ, അല്ലെങ്കിൽ 1.25 അത്രയൊക്കെ ആയിട്ട് നമുക്ക് ചെയ്യാം. അതായത് ഡോറിക്കോ നല്ല വണ്ണം തിന്നാണെങ്കിൽ നല്ല വടി പോലെ നിൽക്കണം എന്നുണ്ടെങ്കിൽ ഒരു 2.5 ഇഞ്ചൊക്കെ വേണം. തുണി നല്ലോണം ഉള്ളിലേക്ക് പോയിട്ട് നല്ല വടി പോലെ നിൽക്കുക. അപ്പോൾ 2.5 ഇഞ്ച് വേണം. അല്ലെങ്കിൽ 2 ഇഞ്ച് വേണമെങ്കിൽ നോർമൽ കുഴപ്പമില്ലാതെ നമുക്ക് കിട്ടും. അപ്പം ഞാനിവിടെ എന്തായാലും 1.25 എടുക്കണുള്ളൂ. ഓക്കെ, 2, 1.25, 2 എടുത്താൽ സാധാരണ ഒരു ഡോറി. ഇപ്പം ഇത് 2.5 ആയാലും 3 ആയാലും നമ്മൾക്ക് കുഴപ്പമില്ല, ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ. അപ്പം നമുക്ക് എന്തായാലും ഇപ്പം ഞാൻ എടുത്തത് 1.25 മാത്രം കേട്ടോ. അപ്പോൾ ഇങ്ങനത്തെ ക്രോസ് പീസ് വെട്ടിയിട്ട് ജോയിൻ ചെയ്തിട്ടാണ് നമ്മൾ നെക്കിൻ്റെ ഒക്കെ കഴുത്തൊക്കെ അടിച്ച് മറിക്കാൻ ഉപയോഗിക്കുന്നത്. അറിയാലോ, അതേ തുണി കൊണ്ട് തന്നെയാണ് നമ്മൾ ഡോറി ഉണ്ടാക്കുന്നത്. മനസ്സിലായല്ലോ? അതിന് തയ്ച്ചിട്ട് വരാം കേട്ടോ. കണ്ടോ, അതിപ്പോൾ മടക്കിയപ്പോൾ കഷ്ടി 1 ഇഞ്ചേ ഉള്ളൂ ഡോറി കേട്ടോ. അപ്പോൾ ആ തയ്ച്ചത് അതിനേക്കാൾ ചെറുതായിട്ടാണ്, 4 ഇഞ്ചിനേക്കാൾ താഴെ. കണ്ടല്ലോ, കാണില്ലേ? പിന്നെ നമ്മുടെ സൂചി എന്ന് പറയുന്നത് ഇതാട്ടോ. ഞാൻ ഒരു 3.5 ഇഞ്ച് നീളത്തിലുള്ള സൂചി, ഇത് 3.5 4 താഴത്തേക്കോ, അതായത് 2 ഇഞ്ച് വലുപ്പമുള്ള സൂചിയൊക്കെ എടുക്കാം, അതൊന്നും കുഴപ്പമില്ല. നൂലും എടുക്കണം കേട്ടോ. സൂചിയിലിടുന്ന നൂലൊരു 6.5 നൂലൊക്കെ ഇട്ടിട്ട് കട്ടിയിൽ കെട്ടിക്കോളും. ഇനിയാണ് സൂക്ഷിക്കേണ്ടത്, നമ്മൾ പഠിച്ച് ശ്രദ്ധിച്ചോ. നോർമലി ഇത് മൊത്തം 4 ഇഞ്ചിനേക്കാൾ താഴത്തേക്കാണ് ഇത് അടിച്ചിരിക്കുന്നത്. പക്ഷെ അതിൻ്റെ ഏറ്റവും ഫ്രണ്ടിൽ നല്ലോണം ഒരു 1/2 ഇഞ്ചോളം വിട്ടിട്ട് വേണം തയ്ക്കാൻ. അതാണ് ഏറ്റവും ശ്രദ്ധിക്കേണ്ടത്. മനസ്സിലാവുണ്ടോ? കാണുന്നുണ്ടോ? അടിക്കുമ്പോൾ അതിന് തിരിച്ചറിയാൻ വേണ്ടിയിട്ട് ഞാൻ നൂല് കറുത്തത് ഇട്ടിട്ട് അടിച്ചത് തന്നെ കേട്ടോ. എന്നിട്ട് കുറച്ച് ഉള്ളിലേക്കായിട്ട് വേണം സൂചി ഇട്ടിട്ട് ലോക്ക് ഇടാൻ. നൂല് 6.5 നൂലിലാട്ടോ അത് ചെയ്യണത്. കട്ടില്ലെങ്കിൽ നൂല് കിട്ടും. അപ്പോൾ നമ്മൾ ലോക്ക് ഇട്ടു. എന്നിട്ട് കണ്ടോ, ആ സൂചി തല തിരിച്ചിട്ട് അതിൻ്റെ ഉള്ളിൽ കൂടെ ഇടുക. മനസ്സിലായല്ലോ? നേരത്തെ ഇടരുത്, നേരെ ഇട്ടാൽ സൂചി കുത്തി കയറും എവിടെയെങ്കിലുമൊക്കെ. അപ്പോൾ അങ്ങനെ ഇട്ടാൽ മാത്രമേ കംപ്ലീറ്റ് കിട്ടുള്ളൂ. അപ്പോൾ ശ്രദ്ധിക്കേണ്ടത്, അറ്റത്ത് പോയിട്ട് സൂചി കൊണ്ട് ലോക്ക് ഇടരുത്, തുണി പെട്ടെന്ന് കീറിപ്പോവും. പിന്നെ ഇതൊന്നും ചെയ്യാൻ പറ്റില്ല.
അതിൻ്റെ അറ്റത്ത് കണ്ടോ, അറ്റത്ത് നൂലിങ്ങനെ നിൽക്കും. ആ നൂലങ്ങോട്ട് നമുക്ക് വെട്ടിക്കളയാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഡോറ് ചെയ്യാൻ പറ്റും. അതല്ലാതെ നമ്മളിപ്പോൾ ഒരേ ലെവലിൽ ആദ്യം നമുക്ക് അറ്റം വരെ അടിച്ച് വെച്ച് പോയാൽ ഇത് കുറേ സമയമെടുക്കും. അകത്തേക്കൊന്ന് പോയി കിട്ടണം. അത് തുടക്കത്തിൽ അകത്തേക്ക് നമുക്ക് ഉള്ളിലേക്ക് നമുക്ക് തുണി ഇടാൻ പറ്റിയാൽ എളുപ്പമായി. അപ്പം എന്ത് ചെയ്യണം, ഇത് ആ നൂലൊക്കെ ഒന്നിങ്ങനെ ചുറ്റി വലിച്ചിട്ട് അറ്റത്ത് ഒരിക്കലും ടെൻഷൻ കൊടുക്കരുത്. അറ്റത്ത് ഫ്രീ ആയിട്ട് വിടുക. എന്തെങ്കിലും അങ്ങനെ ഉള്ളിൽ കിടക്കുന്നുണ്ടെങ്കിൽ നമുക്കിതുപോലെ അങ്ങനെ പതുക്കെ ആ കുടുങ്ങി കിടക്കുന്നതൊക്കെ ഇങ്ങോട്ട് പതുക്കെ പുറത്തേക്ക് എടുക്കുക. എന്നിട്ട് റിലാക്സ് ആക്കുക, അതായത് അതിനെ ഇങ്ങോട്ട് ഫ്രീ ആക്കുക. എന്നാൽ മാത്രമാണ് അത് ഉള്ളിക്കിടൽ. അതായത് നമ്മളെല്ലാതും കൂടിയിട്ട് ആ ഞൊറികളെല്ലാതും കൂടിയിട്ട് ആ അറ്റത്തേക്ക് കൊണ്ടിട്ടാൽ നമുക്ക് കിട്ടാൻ പോണില്ല. എന്നാൽ അതിന് അത്രയും ഗ്യാപ്പുള്ളൂ, വളരെ തിന്നായിരിക്കും. ഉള്ളിലേക്ക് ഇത് കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ എളുപ്പമായി. അപ്പോൾ നമുക്ക് ഏകദേശം അങ്ങനെ കിട്ടി തുടങ്ങിയിട്ടുണ്ട്. ഇനി പതുക്കെ ഉള്ളിലേക്ക് അങ്ങനെ ഒരിക്കലും അറ്റത്തേക്ക് ടെൻഷൻ ഉണ്ടെന്ന് കാണാൻ അപ്പം ലൂസാക്കണം കേട്ടോ. പോന്നു പോരുന്നുണ്ട് കേട്ടോ. പിന്നെ കുറച്ചും കൂടി ഉണ്ട്. ഇടയ്ക്ക് ഒന്നും കുടുങ്ങി പോവാതെ. അപ്പം അങ്ങനെ കുടുങ്ങി പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പതുക്കെ അതിൻ്റെ ഇട്ട് കുടുങ്ങി ഇതങ്ങോട്ട് സോഫ്റ്റ് ആക്കുക, ഒട്ടും കുടുങ്ങാതെയൊക്കെ. അപ്പം നമുക്ക് പതുക്കെ വലിച്ച് ഇട്ടാവുന്നതേ ഉള്ളൂ. ഏകദേശം കഴിഞ്ഞു. മനസ്സിലായല്ലോ? എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് അറ്റം ഫ്രീ ആയിട്ട് വിടണം കേട്ടോ, എന്നാൽ മാത്രമേ അത് കിട്ടുള്ളൂ. കണ്ടോ, ഇങ്ങനെ നമുക്ക് എത്ര കണ്ടോ നീളത്തിലുള്ള ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. എത്ര നീളം വേണമെങ്കിൽ നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാൻ പറ്റും. പിന്നെ ക്രോസ് പീസ് നടുവിൽ ജോയിൻ ചെയ്തിട്ടും വേണമെങ്കിൽ ഉണ്ടാക്കാം. പക്ഷെ അത് ഇത്രയും തിന്നായിട്ട് കിട്ടിക്കൊള്ളണമെന്നില്ല കേട്ടോ. ഇനി നമുക്കിതിൻ്റെ തന്നെ ഒരു ഡിസൈൻ പരിചയപ്പെടാം. വരയ്ക്കുകയാണ് ഡിസൈൻ കേട്ടോ. വെറുതെ സിമ്പിളായിട്ടൊരു ഡിസൈനാണ്, വളരെ സിമ്പിളായൊരു ഡിസൈനാണ്. എങ്ങനെയാണ് ചെയ്യുക എന്നുള്ളത് കാണിക്കാമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ ഇത് അപ്സരയുടെ പെൻസിലാണ്. ഇങ്ങനത്തെ വെള്ള പല കളറും മേടിക്കാൻ കിട്ടും. എനിക്കിപ്പോൾ റെഡാണ് കിട്ടിയുള്ളത് കൊണ്ട് ഞാൻ റെഡ് മേടിച്ചെന്നേ ഉള്ളൂ. വരയ്ക്കാൻ നല്ല വിസിബിളായിരിക്കും ഇതുകൊണ്ട് വരച്ചാൽ. അപ്പം നമ്മൾ ഡിസൈൻ തുടങ്ങുകയാണ്. ഡോറിയൊക്കെ വെച്ചു. അപ്പം ഞാൻ ഡോറി ഒന്ന് ഉറപ്പിക്കുകയാണ് തുണിയിൽ കേട്ടോ. സാറ്റിൻ സ്റ്റിച്ച് വെച്ചിട്ടാണ് ചെയ്യണത്. നമ്മൾ കണ്ട 6 നൂല്, വെള്ള 6 നൂലാണ് എടുത്തിരിക്കുന്നത്. സൂചി ഞാൻ ഡോറി ചെയ്ത് അതേ സൂചി തന്നെയാണ്, മാറ്റിയിട്ടൊന്നുമില്ല കേട്ടോ. നല്ല ഫ്ലെക്സിബിളായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും നൂല് കിടക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ പിന്നെ ഞാൻ അതന്നെ ഉപയോഗിച്ചു. നമുക്ക് ഡോറിനെ ഉറപ്പിക്കാൻ തുണിയിൽ സാറ്റിൻ സ്റ്റിച്ച് ഇട്ടാണ് ചെയ്യണത് കേട്ടോ. വേണമെങ്കിൽ പശ കൊണ്ട് ഒട്ടിക്കാം. ഞാൻ അതിനൊന്നും നിൽക്കണില്ല, നൂലിട്ടിട്ട് തന്നെ ഉറപ്പിക്കുകയാണ്. ഇനി നമുക്ക് കൗച്ചിങ് ചെയ്യാം. കേട്ടിട്ടുണ്ടോ കൗച്ചിങ്? അതാണ് അപ്പോൾ നമ്മൾ ചെയ്യാൻ പോണത്. കൗച്ചിങ് ചെയ്യുമ്പോൾ എപ്പോഴും ഇതിപ്പോൾ ഡോറി ആയതുകൊണ്ട് ഡോറി പിന്നെ ഇങ്ങനെ വലിച്ചിടുക. നൂലാണെങ്കിൽ നൂലും തന്നെ മുമ്പിലേക്ക് ഇങ്ങനെ വലിച്ച് പിടിച്ചിട്ട് വേണം ചെയ്യാൻ. എന്നിട്ട് ഓരോ സ്റ്റിച്ച് അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്കും കുത്തിയെടുക്കുക. ഓരോന്നും അപ്പുറത്തുനിന്ന് ഇപ്പുറത്തേക്ക് കുത്തിയെടുക്കുക, അത്രേ വേണ്ടൂ. ഇപ്പോൾ ഡോറി ആയാലും നൂലായാലും ഇങ്ങനെ വലിച്ചു പിടിക്കണം കേട്ടോ. വലിച്ചു പിടിച്ചാൽ മാത്രമേ സ്റ്റിച്ച് വൃത്തിയായിട്ട് വീഴുള്ളൂ. അത്ര ഇതിൽ ശ്രദ്ധിക്കാവുള്ളൂ ഈ കൗച്ചിങ്ങിൽ. മനസ്സിലായോ? എപ്പോഴും കൗച്ചിങ് കോൺട്രാസ്റ്റ് കളർ വെച്ചിട്ടാണ് ചെയ്യുക. ഒരേ കളർ വെച്ചിട്ട് കൗച്ചിങ് ചെയ്താൽ ഒരു ഭംഗി ഉണ്ടാവില്ല. എപ്പോഴും നല്ല കോൺട്രാസ്റ്റ് കളറിൽ കൗച്ചിങ് ചെയ്ത് നല്ല ഭംഗിയായിരിക്കും. സ്റ്റിച്ച് ഈസിയാണ്, കാഴ്ചയ്ക്ക് നല്ല ഭംഗിയായിരിക്കും. അപ്പോൾ ഇത് കഴിഞ്ഞു തുടങ്ങി. അപ്പോൾ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ചെയ്ത് നോക്കണം കേട്ടോ. ചിലപ്പോൾ 2-3 പ്രാവശ്യമൊക്കെ ചെയ്യേണ്ടി വരും. പഠിക്കുക, അടി പിടിച്ചിരിക്കാതെ പഠിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യാൻ മറക്കരുത്, സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് കേട്ടോ. ഇതിൻ്റെ ഫൈനൽ ലുക്ക് ഇപ്പോൾ കാണിച്ചു തരാം. എങ്ങനെയുണ്ട്? ഇഷ്ടമായ പറയൂ. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ്.